നമസ്കാരം. കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. അങ്ങനെ കാത്തിരുന്ന ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. അതേ അമ്പലത്തിൽ വെച്ച് കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോലെ തന്നെ അമ്പലത്തിൽ വെച്ച് അമ്മയുടെയും മക്കളുടെയും ഒരു കൂടിക്കാഴ്ച നടക്കുകയാണ്. അനിരുദ്ധ് എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി അമ്പലത്തിൽ വന്ന് തൊഴാൻ വരുമ്പോഴാണ് സുമിത്ര ഒരു ചെറിയൊരു ഒരു മറ പോലെയാണ് അനിരുദ്ധിനെ കാണുന്നത്. പെട്ടെന്ന് തന്നെ അനിരുദ്ധ് അയ്യോ എൻ്റെ മോനെന്ന് വിളിച്ച് സുമിത്ര ഇങ്ങനെ ഓടി പോകുന്നുണ്ട്. പക്ഷെ പെട്ടെന്ന് കണ്ണെന്ന് മറയുകയാണ്. എന്നാലും മകനെ കണ്ടെന്നുള്ള സന്തോഷത്തിൽ ഓടി വന്ന് അമ്പലത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതേ സമയം തന്നെയാണ് അനിരുദ്ധും പിറകുന്ന് വന്ന് അമ്പലത്തിൽ വന്ന് അമഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കുന്നതും കൈ വെക്കുന്നതും സുമിത്രയുടെ കാലുകളുടെ അടുത്താണ്. സുമിത്ര തിരിയുന്നതും അനിരുദ്ധിനെ കാണുകയാണ്. അത് ഇന്ന് തൻ്റെ അമ്മ മരിച്ചിട്ടില്ല എന്ന സത്യം അനിരുദ്ധ് മനസ്സിലാക്കുകയാണ്. അത് മാത്രമല്ല ഇനി അങ്ങോട്ട് പ്രതീഷിനെ കാണാം. കാരണം അനിരുദ്ധ് പ്രതീഷുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്. അപ്പോൾ അനിരുദ്ധ് പ്രതീഷിനെ കാണാം. ഇനി അപ്പം തൻ്റെ മക്കളെല്ലാം തൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു അമ്മ എന്ന് പറയുമ്പോൾ തൻ്റെ മക്കളെ ചേർത്ത് പിടിക്കാനാകുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ അത് ഇന്ന് അമ്മയ്ക്ക് സുമിത്രയ്ക്കത് കിട്ടിയിരിക്കുകയാണ്. സുമിത്ര വളരെ സന്തോഷവതിയായിട്ട് മാറുന്ന ഒരു സമയം കൂടിയാണ്. തൻ്റെ മക്കളെല്ലാം തൻ്റെ കൈകളിലേക്ക് കിട്ടിയിരിക്കുകയാണ്. വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ്. അത് മാത്രമല്ല ദീപു ആണെങ്കിലും രഞ്ജിത ആണെങ്കിലും ഓടി നടക്കാറുണ്ട് ഈ അമ്മയും മക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച നടക്കരുത് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹമാണ്. അതാണ് ആ അമ്പലത്തിൽ വെച്ച് തന്നെ അമ്മയും മക്കളും എല്ലാവരും കൂടിച്ചേരുന്നത്. അതെ, ഇനി പലരും പേടിച്ചോടേണ്ടിയിരിക്കുന്നു. മുമ്പിൽ നിന്ന് പേടിച്ചോടുന്നത് ദീപു ആയിരിക്കും. കാരണം ദീപു ആണ് അനിരുദ്ധിനോട് പറഞ്ഞിരിക്കുന്നത് തൻ്റെ അമ്മ മരിച്ചുപോയി, സുമിത്ര മരിച്ചുപോയി എന്നുള്ള ഒരു കാര്യം പറഞ്ഞ് ധരിപ്പിച്ചത്. അപ്പോൾ ഇനി ചുരുളുകളൊക്കെ അഴിയേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് തുടങ്ങുന്നത് എന്തായാലും ആദ്യം ചോദ്യം ചെയ്യപ്പെടുന്നത് ദീപുവിനോട് തന്നെയായിരിക്കും. ദീപുവിന് മറുപടി പറഞ്ഞേ പറ്റത്തുള്ളൂ. മാത്രമല്ല ഇനി രഞ്ജിതയൊക്കെ കളി മാറിക്കളിക്കാൻ ഒരുങ്ങുകയാണ്. എന്തായാലും സുമിത്രയും മക്കളും അച്ഛമ്മയും എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. ഇനി അവർക്കിടയിലേക്ക് സിദ്ധാർത്ഥ് കൂടി എത്തുമ്പോൾ സുമിത്രയുടെ കുടുംബം പൂർണ്ണമാവും. പണ്ട് സുമിത്ര വയ്യാതെ കിടന്ന സമയത്ത് ചിതറിപ്പിച്ച് കളഞ്ഞ ആ കുടുംബം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അവരെല്ലാം വീണ്ടും ഒരു കുടക്കീഴിലെത്തിയിരിക്കുകയാണ്. എന്തായാലും ഇതൊക്കെ പരമശിവനും രഞ്ജിതയൊന്നും വെറുതെ ഇരിക്കില്ല. അവരിനി അടുത്ത പൂലുമായിട്ടൊക്കെ എത്താൻ പോവുകയാണ്. എന്തായാലും പങ്കജ് ഒന്നും അറിയാതെ, അതായത് കഥ അറിയാതെ ആട്ടം കാണുക എന്ന് പറയും പോലെ ഒന്നും അറിയാതെ ആട്ടം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് പൂജയുടെ പിന്നാലെ. അപ്പോൾ അതൊക്കെ ഇനി എന്ത് സംഭവിക്കുമെന്ന് പറയാം. എന്തായാലും വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണ് ഇന്ന് കുടുംബവിളക്കിൽ നമ്മൾ കാണുന്നത്. മാത്രമല്ല സ്വരമോൾ ഇതുവരെ തൻ്റെ അച്ഛമ്മ ആരെന്ന് കണ്ടിട്ടില്ല, ഫോട്ടോ പോലും കണ്ടിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസം പൊട്ടിപ്പോയ ഫോട്ടോ എടുത്ത് എനിക്ക് അച്ഛമ്മയെ കാണണം, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് കാണിച്ച് താ അമ്മയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് നോക്കുന്നതുമാണ് തൻ്റെ ടീച്ചറമ്മ എന്നുള്ള സ്വരം മോള് മനസ്സിലാക്കുന്നത്. ദൈവം അങ്ങനെയാണല്ലോ എന്നുവെച്ചാൽ തൻ്റെ അച്ഛമ്മയാണെന്നുള്ള പോലും അറിയാതെയാണ് ടീച്ചറമ്മയോട് അടുക്കുന്നതും ടീച്ചറമ്മയുടെ പാട്ട് കേൾക്കുന്നതും എല്ലാം. അപ്പോൾ ടീച്ചറമ്മയാണ് ഇനി തൻ്റെ കൈകളിലേക്ക് എത്തിയിരിക്കുന്നത്. തൻ്റെ അച്ഛൻ്റെ അമ്മയാണ് എന്നുള്ള സത്യം ഇനിയാണ് സ്വരമോള് മനസ്സിലാക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് കുടുംബവിളക്ക് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. അതുവരെ ബൈ.